ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സംബന്ധിച്ചാണ്. എന്താണ് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ? സാധാരണഗതിയിൽ നമ്മൾ ഫംഗ്ഷനുകളെ റെപ്രസെന്റ് ചെയ്യാറുള്ളത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫോർമാറ്റിലാണ്. അഥവാ y ഈക്വൽ ടു സൈൻ എക്സ്, y ഈക്വൽ ടു ലോഗ് എക്സ്, y ഈക്വൽ ടു ഇ റൈസ് എക്സ് എന്നിങ്ങനെ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എക്സും വൈയും കൂടെ ഒരുമിച്ച് വരാറുണ്ട്. അഥവാ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ വരിക, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മളിത് എലിപ്സിന്റെ ഇക്വേഷൻ ആണല്ലോ. നോക്കൂ, ഈ ഫോർമാറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് അഥവാ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. സാധാരണ ഫംഗ്ഷനും എക്സും വൈയും കൂടെ ഉള്ള ഒരു ഫംഗ്ഷൻ, ഈ ഫോർമാറ്റിൽ എഴുതുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഒരു ഉദാഹരണം. ഇപ്പോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഈക്വൽ ടു റൂട്ട് എ എന്നത് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട് 1/2 റൂട്ട് എക്സ് ആണ്. പ്ലസ് അതേപോലെ റൂട്ട് വൈന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് വൈ. മോർ ഓവർ വേർ ദർ ഈസ് വൈ ദർ ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് എയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മൾ 1/2 റൂട്ട് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ -1/2 റൂട്ട് എക്സ് എന്ന് വരുമ്പോൾ ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താ കിട്ടുക? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -1/2 റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 1/2 റൂട്ട് വൈ. അപ്പോൾ ഈക്വൽ ടു -1/2 റൂട്ട് എക്സ് ഇൻറ്റു റെസിപ്രോക്കൽ എഴുതുമ്പോൾ 2 റൂട്ട് വൈ എന്നാണ് കിട്ടുക. ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. -റൂട്ട് വൈ ഡിവൈഡ് ബൈ റൂട്ട് എക്സ് എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇത് നമ്മളൊരു എലിപ്സിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് നമ്മൾക്ക് എങ്ങനെ ഡെറിവേറ്റീവ് പിടിക്കാം? ഇവിടെ 1/a സ്ക്വയർ എന്നുള്ളത് ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. അഥവാ എക്സ് സ്ക്വയറിന്റെ നമുക്ക് കൂടെ വരുന്ന കോൺസ്റ്റന്റ് 1/a സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1/b സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന ഫോർമാറ്റിൽ എഴുതാതെ. അപ്പോൾ 1/a സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. പ്ലസ് 1/b സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2y dy by dx. Where there is y, there is dy by dx. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ നമ്മൾ ഈ ടേം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇത് 2y by b സ്ക്വയർ ആണല്ലോ. 2y ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതിനപ്പുറത്തേക്ക് പോകുമ്പോൾ -2x ബൈ എ സ്ക്വയർ. അപ്പോൾ ഈ 2 കൂടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താ കിട്ടുക? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -x ബൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ബൈ ബി സ്ക്വയർ എന്ന് കിട്ടും. ഇനി റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x ബൈ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ബൈ വൈ. സോ the answer is -b square x divided by a square y എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. ദിസ് ഈസ് ദ ഡി വൈ ബൈ ഡി എക്സ്. ഇനി സാധാരണഗതിയിൽ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട് പരീക്ഷയ്ക്ക്. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഈക്വൽ ടു 0. ദെൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. സാധാരണ ഇതിൽ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്നോ അല്ലെങ്കിൽ ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -1/x + 1 ഹോൾ സ്ക്വയർ എന്നോ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. നോക്കൂ, എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഈക്വൽ ടു ഇതിനപ്പുറത്തേക്ക് പോകുമ്പോൾ -y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ്. ഇനി നമ്മൾ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ്. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ എന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇനി ഈ വൈ സ്ക്വയർ ഇങ്ങോട്ടും ഈ എക്സ് സ്ക്വയർ വൈനെ അപ്പുറത്തേക്കും ഉണ്ടായാൽ എന്താ കിട്ടും? നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന ഫാക്ടറൈസേഷനിലൂടെ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഈക്വൽ ടു ഇതിൽ നിന്ന് -xy വെളിയെടുത്ത് കഴിഞ്ഞാൽ -xy വെളിയെടുത്ത് എന്താ ഉണ്ടാവുക? നമുക്ക്
എക്സ് മൈനസ് വൈ എന്നാണ് ഉണ്ടാകുക. അപ്പോൾ ഈ എക്സ് മൈനസ് വൈ ഈ എക്സ് മൈനസ് വൈ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് വൈ. ഇതിൽ നിന്ന് നമുക്ക് വൈ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇതിനിങ്ങോട്ട് കൊണ്ടുപോകുന്നത് എക്സിനാണ് കൊണ്ടുപോകുന്നത്. അപ്പം വൈ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് കിട്ടും. വൈ ഇൻറ്റു വൺ പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് എന്നായി. വൈ ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൺ പ്ലസ് എക്സ്. ഇനി നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഈ മൈനസ് വന്നോട്ടെ, വൺ പ്ലസ് എക്സ് ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഈസ് ആൾസോ വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടുക മൈനസ് ഓഫ് ഇത് വൺ പ്ലസ് എക്സ് ആണ്, ഇത് മൈനസ് എക്സ് ആണ് മേടിച്ച് കഴിഞ്ഞാൽ വൺ എന്ന് കിട്ടും ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നായി. സോ ദ ആൻസർ ഈസ് മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ പ്രീവിയസ് ഇയറൊക്കെ ധാരാളം വർഷങ്ങളിൽ ചോദിക്കാറുണ്ട്. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംപ്ലിസിറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എവിടെയൊക്കെ വൈ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഒരു ഭാഗത്തും മറ്റ് ടേമുകൾ മറുഭാഗത്തുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാറുള്ളത്.